എഐനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇനിയും നിങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ നിങ്ങൾക്ക് പണി കിട്ടും. അത് എളുപ്പം മനസ്സിലാക്കാൻ എഐയുടെ ഒരു എവല്യൂഷനെ കുറിച്ച് ഞാനൊരു ക്വിക്ക് അണ്ടർസ്റ്റാൻഡിംഗ് തരാം. 2022 എഐ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. 2023 ഇറ്റ് വാസ് ജസ്റ്റ് എ യൂസ്ഫുൾ ടൂൾ. ആളുകൾക്ക് ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നല്ല ടൂളായിരുന്നു. 2024 ആയപ്പോഴത്തേക്കും ഇറ്റ് സ്റ്റാർട്ടഡ് റീപ്ലേസിംഗ് പീപ്പിൾസ് ജോബ്സ്. അതും ആളുകൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആണെങ്കിലും കൂടി അത് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി, മെയിൽസ് റൈറ്റ് ചെയ്ത് തുടങ്ങി, വീഡിയോസ് എഡിറ്റ് ചെയ്ത് തുടങ്ങി, ഡിസൈൻസ് ഉണ്ടാക്കി തുടങ്ങി, ഈവൻ കോഡിംഗ് വരെ ചെയ്തു തുടങ്ങി. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് എ ബിഗിനിങ്. ഇപ്പൊ ഇതിന്റെ എവല്യൂഷൻ 2026 വരെ ആയി നിൽക്കുക. ഇപ്പോഴും ആളുകൾ വിചാരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പോലത്തെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പോലത്തെ വേറൊരു നല്ല യൂസ്ഫുൾ ആപ്പ് മാത്രമാണ് എ ഐ എന്നാണ് ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എ ഐ നമ്മൾ അറിയാതെ തന്നെ സൈലന്റ്ലി ഒരു പുതിയ വർക്ക് ഫോഴ്സ് ആയിക്കൊണ്ടിരിക്കുക. ആൻഡ് ദ സ്കെയറി പാർട്ട് ഈസ് അധികം ആൾക്കാരും ഇതിനെക്കുറിച്ച് അവെയർ അല്ല, ട്രെയിൻഡ് അല്ല, പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലോങ് വീഡിയോ നാളെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഡോണ്ട് മിസ് ദാറ്റ് വീഡിയോ. ആ വീഡിയോ കാണുക, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എ ഐ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെ വരുന്ന ഇയേഴ്സിനെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വയം ഒരു പ്ലാൻ ഉണ്ടാക്കുക. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല, അണ്ടർസ്റ്റാൻഡിങ്ങിനും അവയർനെസ്സും വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു.